കോഴിക്കോട് താമരശ്ശേരിയിലെ നാട്ടുകാരും കച്ചവടക്കാരും ലഹരി മാഫിയ സംഘങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. രണ്ടാഴ്ച മുൻപ് താമരശ്ശേരിയിൽ കടയിൽ കയറി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ലഹരി ഇടപാട് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ്. സംഭവത്തിൽ ലഹരി മാഫിയ സംഘത്തലവൻ കുടുക്കിലുമ്മാര സ്വദേശി അയൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവർക്കെതിരെ വധശ്രമം, വീട് കയറി ആക്രമിക്കൽ ഉൾപ്പെടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 18 വൈകിട്ടാണ് താമരശ്ശേരി കുടുക്കിലുമാരത്ത് ലഹരി മാഫിയ സംഘം മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയത്. കുടുക്കിലുമാരമങ്ങാടിയിലെ വ്യാപാരിയായ നവാസിനെ കടയിൽ കയറി വെട്ടുകയും 2 പേരെ വെട്ടാനായി വീട്ടിലെത്തി ആക്രമണം നടത്തുകയുമായിരുന്നു. സംഭവത്തിൽ ലഹരി മാഫിയ സംഘത്തലവൻ കുടുക്കിലുമാരം കയ്യേലിക്കുന്നുമൽ അയ്യൂബാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. അയ്യൂബിന്റെ കൂട്ടാളികളായ പൂച്ച ഫിറോസ് എന്ന ഫിറോസ് ഖാൻ, കണ്ണൻ ഫസൽ എന്ന ഫസൽ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമ്പലമുക്ക് കൂരിമുണ്ട പ്രദേശത്ത് ഇതേ സംഘം വീടും കാറും തകർക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. ലഹരി മാഫിയ സംഘം തമ്പടിക്കുന്ന ഷെഡിന് നേരെ സമീപവാസിയായ മൻസൂർ CCTV ക്യാമറ സ്ഥാപിച്ചെന്നാരോപിച്ചായിരുന്നു ആക്രമണം. അന്ന് അക്രമി സംഘത്തിന്റെ വെട്ടേറ്റ ഇർഷാദ് ഉൾപ്പെടെയുള്ളവരെ ഈ മാസം 18-ന് വിവാഹ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ പ്രതികൾ വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നു. ഇതാണ് പിന്നീട് ആക്രമണത്തിൽ കലാശിച്ചത്. കർണാടകയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ താമരശ്ശേരി ചുരത്തിൽ വെച്ചാണ് അയ്യൂബ് പിടിയിലായത്. ന്യൂസ് 18 താമരശ്ശേരി.